തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അവിടെ 3 മണിക്കൂറോളം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. പക്ഷേ പ്രതിഷേധം തുടരുകയാണ്. വിവിധ സംഘടനകൾ ആശുപത്രിയിലേക്ക് മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇന്നലെ രാത്രി 3 മണിക്കൂറിലേറെയാണ് ആശുപത്രി ഇരുട്ടിലായത്. പകരം സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിലും അതും പ്രവർത്തിച്ചില്ല. KSCBയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പൊതുമരാമത്ത് KSCB ഉദ്യോഗസ്ഥർ നാളെ ചർച്ച നടത്തുമെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. വീഴ്ച ഒന്നുമില്ല, അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ റിപ്പോർട്ട് ചോദിച്ചു. ഞാനിപ്പോൾ വീഴ്ച എന്നൊരു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ കുറ്റപ്പെടുത്തല്ല, സംഭവിച്ചതാണ്. അത് ആരുടെ തെറ്റ് എന്നുള്ളത് നാളെ ഒന്ന് അന്വേഷിക്കും. PWD ആണ് അവരുടെ ജനറേറ്ററിൻ്റെ ഭാഗത്ത് നാളെ സപ്ലൈ തയ്യാറായത്. അതെന്താണെന്നുള്ളത് പരിശോധിക്കണം. ഇന്നലെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവർ എന്നെ വിളിച്ചിട്ട് 2-3 പ്രാവശ്യം വിളിച്ചു. അവരിത് പറഞ്ഞപ്പോഴാണ് ഇടപെട്ടത്. ഞാൻ ഇടപെട്ടപ്പോൾ നമ്മുടെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും PWDക്കാരും എല്ലാവരും കൂടി പോയി അവിടെ വന്നിട്ടാണ് ഇത് ചെയ്തത്. സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് സാങ്കേതിക സമിതിയെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി തന്നെ കാണാം. വലിയ ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ആശുപത്രിയിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന. നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മുദ്രാവാക്യം വിളികളും മറ്റും ഉണ്ടായിരുന്നു. പ്രസവ ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ ആണ് ഇത്തരം പ്രശ്നമുണ്ടായത് എന്നാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത്. BB അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഉണ്ടായി. എന്താണ് ഇതിന് ഗൗരവം എടുത്തിട്ടുണ്ടോ നമ്മുടെ സർക്കാരും മറ്റും? നമുക്കറിയാം, സാധാരണക്കാരെ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. വലിയ പ്രസവവുമായി ബന്ധപ്പെട്ട ഏറ്റവും സങ്കീർണമായ വിഷയങ്ങൾ പോലും വിശ്വസിച്ച് ആളുകൾ എത്തുന്ന ഒരു ആശുപത്രിയാണ്. അവിടെയാണ് ഇത്ര വലിയൊരു വീഴ്ചയുണ്ടായത്. കഴിഞ്ഞ 2 ദിവസത്തിലേറെയായി ഇവിടെ വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു. അതിന് പകരമായി ട്രാൻസ്ഫോമറുകൾ വെച്ച് ഈ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ വൈദ്യുതി വിതരണം നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ജനറേറ്റർ മാറുമ്പോൾ പകരം ഒരു സംവിധാനം സ്റ്റാൻഡ് ബൈ എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും ഒരേ സമയം പണിമുടക്കിയതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 6:00 ഇവിടെ പൂർണ്ണമായും വൈദ്യുതി ബന്ധം ഇല്ലാതായത്. ഈ പഴയ ബ്ലോക്കിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന SIT ഹോസ്പിറ്റലിന്റെ പഴയ ബ്ലോക്കിലാണ് ഈ പ്രശ്നമുണ്ടായത്. പുതിയ ബ്ലോക്കിൽ നിന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പഴയ ബ്ലോക്കിൽ വലിയ തരത്തിലുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. പൂർണ്ണമായും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സ്ഥലമാണ്. വളരെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ 4 മണിക്കൂറിലേറെ വൈദ്യുതി മുടങ്ങിയത് അത് നിസ്സാരമായി പരിഹരിക്കേണ്ട പ്രശ്നമായിരുന്നു എന്ന വിധേയത്തിലൊക്കെ പിന്നീട് പല കോണുകളിലും വന്ന് വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായി. ഈ കൂട്ടിരിപ്പുകാർ, രോഗികളൊക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് മാറിയിരുന്നു. യുവജന സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധമുണ്ടായി. ഏതായാലും രാത്രിയോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. 10:30 മണിയോടുകൂടി മറ്റൊരു ജനറേറ്ററിൽ വൈദ്യുതി വിതരണം ആരംഭിച്ചു. ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടിയാണ് പൂർണ്ണമായും ട്രാൻസ്ഫോമർ ശരിയാക്കുകയും അതിലേക്ക് നേരിട്ടുള്ള വൈദ്യുതി വിതരണം ആരംഭിക്കുകയും ചെയ്തത്. ഏതായാലും ഈ ഉണ്ടായത് വലിയ പ്രതിസന്ധിയാണ്, വലിയ പ്രശ്നമാണ്. ആരോഗ്യമന്ത്രി രാത്രി സന്ദർശിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്വേഷണമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചെറിയ ഒരു സാങ്കേതിക തകരാറായിരുന്നു ഇതിന്റെ കാരണമെന്ന് പറയുന്നു. പക്ഷെ അത് കൃത്യസമയത്ത് കണ്ടുപിടിക്കാനോ പരിഹരിക്കാനോ SITയിലെ ഇലക്ട്രിക് വിഭാഗത്തിന്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കഴിയാത്തതാണ് പ്രശ്നങ്ങൾ കാരണമെന്ന വിവരങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും സമാനതകളില്ലാത്ത ദുരിതമാണ് ഇവിടുത്തെ രോഗികളും കൂട്ടിരിപ്പുകാരും. രോഗികൾ എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികളാണ് കൂടുതലും കൂട്ടിരിപ്പുകാർക്ക് ഉണ്ടായത്. അത് വലിയ ഗൗരവത്തോടെ സർക്കാർ കണ്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് പകരം സംവിധാനങ്ങൾ, ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാതെ നിന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ ആരുടെയെങ്കിലും ഭാഗത്ത് ബോധപൂർവമായ വീഴ്ചയുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ ഇപ്പോഴും നടക്കുകയാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ PWD ആണ് ഇതിന്റെ ഈ PWD ചുമതലയുള്ള നിർമ്മാണ പ്രവർത്തന ചുമതല PWDക്കാണ്. അവിടെ ഒരു ട്രാൻസ്ഫോമറിൽ വന്ന വീഴ്ചയാണ് അതിന്റെ
സംവിധാനത്തിൽ തന്ന തകരാറാണ് കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇങ്ങനെ നിസ്സാര വിശദീകരണങ്ങൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കാവുന്ന പ്രശ്നമല്ല. സാധാരണക്കാർ നിരവധി കുരുന്ന് ജീവനുകൾ അവരെയാണിത് ബാധിച്ചത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം തന്നെ സർക്കാർ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായ നടപടികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനും ഇവിടേക്ക് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. നഗരസഭയിലെ UDF കൗൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും SATയിലേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഇന്നലെ ഈ സമയത്തും ഇവിടെ ഉണ്ടായി. ആദ്യം രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ് പുറത്തു നിൽക്കുന്നത്, അവരാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. പിന്നീട് രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ SATയിൽ കാര്യങ്ങൾ സാധാരണഗതിയിലാണ്. വൈദ്യുതി ബന്ധം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനിയും സ്വാഭാവികമായും ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പോൾ സാങ്കേതിക തടസ്സം ഉണ്ടാകുമ്പോൾ പൂർണ്ണമായും SAT ആശുപത്രി പോലുള്ള ഒരു ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കുഞ്ഞു കുട്ടികളുള്ള അവർക്ക് ചികിത്സ നൽകുന്ന ഗർഭിണികൾക്ക് ചികിത്സ നൽകുന്ന ഈ ഒരു ആശുപത്രിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാത്ത നടപടികളാണ് സ്വാഭാവികമായി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ഈ എന്തെങ്കിലും ഈ വൈദ്യുതി മുടങ്ങിയത് കൊണ്ട് പ്രതിസന്ധി ഉണ്ടായി, പ്രതിഷേധമുണ്ടായി എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ശസ്ത്രക്രിയകൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ വിവരങ്ങൾ വല്ലതുമുണ്ടോ അരുൺ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ശസ്ത്രക്രിയകൾ നടക്കുന്ന സമയമായിരുന്നു, അത് അപ്രതീക്ഷിതമായിരുന്നു ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്. ഇന്നും പ്രതിഷേധമുണ്ടാകും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് യുവജന സംഘടനകളുടെ മറ്റു ഭാഗത്തു നിന്ന്. അങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കാര്യമായ അത്തരം പ്രശ്നങ്ങൾ ഇതുവരെയും ആരും പരാതിയെ പറഞ്ഞിരുന്നില്ല. അകത്ത് കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് സ്വാഭാവികമായും കൊടും ചൂടുകൂടി നമുക്കറിയാം. കഴിഞ്ഞ 3-4 ദിവസമായി ശക്തമായ ചൂടുകൂടിയാണ് സംസ്ഥാനത്ത് പൊതുവിൽ പകൽ സമയങ്ങളിലൊക്കെ. ഇന്നും അതിന് വ്യത്യാസമില്ല. ആ സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു ആശുപത്രിക്കുള്ളിൽ എത്രത്തോളം ദുരിതത്തിലായിരിക്കണം ആളുകൾ. അങ്ങനെ ചൂട് സമയത്ത് കാറ്റില്ലാതെ വെളിച്ചമില്ലാതെയുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടായതായോ അല്ലെങ്കിൽ അതിനുള്ള അത്തരം വിവരങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും പരാതികൾ എന്തുപോകുമോ എന്ന കാര്യമൊക്കെയാണ് അറിയേണ്ടത്. നിലവിൽ അത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഈ കറണ്ട് പോയത് കൊണ്ട് തന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഈ 4 മണിക്കൂർ വലിയ ഒരു ദുരിതമായിരുന്നു. അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരുടെയെങ്കിലും രോഗാവസ്ഥ മൂർച്ഛിക്കുകയോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായതായി അറിവില്ല. അതാണ് സാഹചര്യം. ഏതായാലും ഇന്നും പ്രതിഷേധമുണ്ടാകും SAT ആശുപത്രിയിലെന്നാണ് ലഭിക്കുന്ന വിവരം. യുവജന സംഘടനകൾക്ക് പ്രതിഷേധവുമായി ഇന്നും രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. VV അരുണാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.